എന്നോട് ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആയിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു. എന്നെ കാണുമ്പോൾ ചൈനക്കാരുടെ പോലെയൊക്കെ ഉണ്ടല്ലേ ഡ്രസ്സ് കണ്ടിട്ടും. താങ്ക് യു. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ചെയ്ത ഒരു സാധനമാണ് സഞ്ജു ബ്രോന്റെ ആ ഒരു ഇഷ്യൂ കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഓൾറെഡി ആ ചേട്ടനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈസൻസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ കാറിന്റെ RC കാര്യത്തിലൊക്കെ തീരുമാനമാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട്. ഇതിലിപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ യൂട്യൂബ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ പറയുക, യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞില്ല, എനിക്കൊന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല കേട്ടോ. ഒരു എത്തിക്സ് ഇല്ലാണ്ടൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഈ യൂട്യൂബ്. എന്നെ കൊണ്ടൊന്നും നടപടിയാവില്ല. കമ്മിറ്റ്മെന്റ്സ് കീപ്പ് ചെയ്യുന്നവർക്കൊന്നും ഈ പറയുന്ന പോലെ യൂട്യൂബ് നടക്കില്ല എന്ന് ഞാൻ പല പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കണക്ഷനൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒന്നിച്ച് നിൽക്കുമോ എന്ന് ചോദിച്ചാൽ നിൽക്കുമായിരിക്കും. ബട്ട് സ്റ്റിൽ കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി റവന്യൂവിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ, ഏത് നിമിഷം ആരും വേണമെങ്കിലും ഊക്കി അങ്ങ് വിടും. സീരിയസ്ലി ഞാൻ മനസ്സിലായി. ഇപ്പം ഞാൻ പറയട്ടെ, നാളെയൊക്കെ എൻ്റെയൊക്കെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല. ലൈക്ക് ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ ഞാൻ അങ്ങനെ കീപ്പ് ചെയ്യാറില്ല, റെയറാണ്. ബട്ട് സ്റ്റിൽ കീപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, വിരലിലെണ്ണാവുന്ന ആൾക്കാരുണ്ട്. അവര് പോലും എൻ്റെ എഗെയിൻസ്റ്റ് വരും. ദിസ് ഇസ് യൂട്യൂബ്, അല്ലെങ്കിൽ ഇതാണ് യൂട്യൂബിൽ നടക്കുന്ന സാധനങ്ങൾ എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി സഞ്ജു ബ്രോനെ എനിക്ക് പേഴ്സണലി അറിയാം. ബട്ട് എന്താ പറയാ, ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സംഭവം വന്ന സമയത്ത്, ആ ഇഷ്യൂസ് വന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു ആളിനോട് പറയണം, അല്ലെങ്കിൽ നന്വേച്ചീൻ്റെ അടുത്ത് പറയണം ഇങ്ങനെയാണ്. അപ്പം പറയാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത്, ലൈക്ക് വീട്ടുകാരുടെ റിയാക്ഷൻസും കാര്യങ്ങളും. അപ്പം എനിക്ക് തോന്നി കാര്യമില്ല നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ചുറ്റും നമ്മൾ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, എപ്പോഴെങ്കിലും സംസാരിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും കാണുന്ന ലൈഫിലുള്ള ആൾക്കാർക്ക് പോലും ചിലപ്പം പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും ഏതാ ഇവളല്ലോ തള്ള വൈബ്, അങ്ങനെ വിചാരിക്കുള്ളൂ എന്ന്. അങ്ങനെയാണ് ഞാൻ ആ സാധനം ഡ്രോപ്പ് ചെയ്തത്. ഇന്നിപ്പം എനിക്കൊന്നു ഈ റീസെന്റ് ആ ഒരു ഇഷ്യൂനെ കുറിച്ച് സഞ്ജു ബ്രോ ഇട്ട വീഡിയോന്റെ അകത്ത് ഉണ്ടായിരുന്ന ആ ഒരു വേ ഓഫ് ടോക്കിങ് അതുണ്ടല്ലോ, അതായിരുന്നു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. മനസ്സിലായില്ലേ? ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് തെറ്റ് നമ്മളെ ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ, അഗെയിൻ ഐ റിപ്പീറ്റ്, തെറ്റ് നമ്മളെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കടന്നിരുന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ പറഞ്ഞാൽ അർത്ഥമില്ല. നമ്മൾ വന്നിരുന്നിട്ട് എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ്, ഇനി ഇതാരും ആവർത്തിക്കാനോ അനുകരിക്കാനോ നിൽക്കരുത്. അനുകരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും ഇതുപോലെയാവും. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക, മണിക്കൂറുകളോളം അവിടെ ഇരിക്കുക, ഈ പറയുന്ന പോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ രോഗികളെ പരിചരിക്കുക, അതൊക്കെ നിൽക്കട്ടെ. നിയമം ലംഘിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു സാധനമാണ് എന്നൊക്കെ വന്നിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആക്സെപ്റ്റൻസ് കിട്ടിയേനെ. ആൾക്കാർ നല്ല രീതിയിൽ നിങ്ങൾ അംഗീകരിച്ചേനെ. ചിലപ്പോൾ നിങ്ങൾ ആ ചെയ്ത സാധനങ്ങൾ വരെ ചിലപ്പോൾ അത് അറിയാണ്ട് അങ്ങനെ വിചാരിച്ചേനെ. ഇതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു സാധനം അപ്ലോഡ് ചെയ്യുന്നു, ഇഷ്യൂസ് വരുന്നു. അത് ചിലപ്പം ചില ആൾക്കാർ പർപ്പസ്ഫുള്ളി നിങ്ങളെ മെൻഷൻ ചെയ്ത് MVDനെയൊക്കെ മെൻഷൻ ചെയ്തതായിരിക്കാം. അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് മെൻഷൻ വരുന്ന സമയത്ത് ഇവർക്കും വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഈ പോലീസുകാരായാലും മീഡിയാസ് ആയാലും യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ വ്ളോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊലിപ്പിച്ചു വിടാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതല്ലാന്നൊന്നും ഇവിടെ ആരും വാദിക്കണ്ട. ആണ് ഞാനൊക്കെ നിങ്ങളോട് മുൻകൂട്ടി ഉറപ്പ് തരുന്ന ഒരു കാര്യമുണ്ട്. നാളെ എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത്, എവിടെയെങ്കിലും വണ്ടി തട്ടുകയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് വരാണ്ടിരിക്കട്ടെ, ഞാൻ മാക്സിമം കെയർ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ബട്ട് സ്റ്റിൽ മനുഷ്യന്മാരാണ്. മറ്റേ പൂരമായിരിക്കും, പൊങ്കാലയായിരിക്കും, എനിക്ക് ഇവർക്കതൊരു ആഘോഷവുമായിരിക്കും. ഐ നോ ദാറ്റ് വെരി വെൽ. ഓക്കെ, നമുക്ക് മുൻകൂട്ടി എനിക്ക് ആ ഒരു ധാരണ ഉള്ളത് കൊണ്ട് ഐ ആം ഓക്കെ വിത്ത് ദിസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഞ്ജു ബ്രോ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇത് ഒരു സാധനം ചെയ്യുന്നു, പിന്നെ MVD വിളിപ്പിക്കുന്നു, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അതിനെ ഭയങ്കരമായിട്ട് ശരിയാണ്, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇതെനിക്ക് ഭയങ്കര റീച്ചാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കാസം എന്നുള്ള രീതിയിലേക്ക് അത് കൊണ്ടുവന്നിട്ട് ദെൻ ആരും ഇത് അനുകരിക്കാൻ നിൽക്കരുത്. ആ പറയുന്നതിനോടായിരിക്കും യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, വാട്ട് ഐ ഡിഡ് വാസ് റോങ്.
എന്നുള്ളൊരു സാധനം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരു ട്രിപ്പ് എന്ന രീതിയിൽ നമ്മൾ പോയി വരുന്നു, അത് കഴിഞ്ഞ് വീട്ടുകാരുടെ റിയാക്ഷൻ ചെയ്യുന്നു. സി ഇതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ ആള് സഞ്ജു ബ്രോ ഒരു ഡെയിലി വ്ളോഗറാണ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. അപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരിക എന്നുള്ളത് ആളുടെ ഒരു ഉത്തരവാദിത്തമായതുകൊണ്ടാവാം. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ടോൺ ഉണ്ടല്ലോ, ചിലപ്പോൾ ഞാനൊക്കെ ഭയങ്കര അരോഗൻ്റായിട്ട് സംസാരിച്ച കണ്ടന്റുകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ പൊളൈറ്റായിട്ട് സംസാരിച്ചിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ പൊട്ടിത്തെറിച്ച് ചീത്ത വിളിച്ച കണ്ടന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആ ഒരു ടോൺ നമ്മൾ ചൂസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു അവർ കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദാറ്റ് സിറ്റുവേഷൻ ആണ്. നമ്മൾ ആ ഒരു സന്ദർഭവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ടോൺ യൂസ് ചെയ്യുന്നത്. ഇവിടെ സഞ്ജു ബ്രോന് പറ്റിയ തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടും വളരെ കാഷ്വൽ ആയിട്ട് അതിനെ കണ്ടു എന്നുള്ളതാണ്. ബട്ട് ഇപ്പം റീസെന്റ് ഇട്ട സാധനമല്ല, റീസെന്റ് ഇട്ട സാധനത്തിൽ ആൾ ഓൾറെഡി അത് റിയലൈസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഐ ഡിഡ് വാസ് റോങ്. ഇന്റർനാഷണൽ തെറ്റ് എന്നല്ല കേട്ടാ, ഇന്റർനാഷണൽ തെറ്റ് എന്നല്ല. ബട്ട് സ്റ്റിൽ നിങ്ങളത് ആ ഏർലി ടൈമിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും ഇഷ്യൂസ് വരില്ലായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു ട്രാഫിക് റൂൾസിനെ കുറിച്ചുള്ള ക്ലാസ്സസിൽ പങ്കെടുക്കുക, ദെൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ അത് കഴിയുമായിരുന്നു. പിന്നെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരില്ലായിരുന്നു. നിങ്ങൾക്ക് അവിടെയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാമായിരുന്നു. പക്ഷെ എന്താ പറ്റി വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി തെറ്റുകളെ ന്യായീകരിച്ചതാണ് ഇവിടെ മിസ്റ്റേക്ക് ആയത് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. ബ്രോ പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ ന്യൂസിൽ വന്നതാണെന്നുണ്ടെങ്കിലും ലൈസൻസ് റദ്ദാക്കും, അതുപോലെ തന്നെ വണ്ടീൻ്റെ RC റദ്ദാക്കും എന്നുള്ള രീതിയിലാണ്. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. ഏതെങ്കിലും രീതിയിൽ അത് എന്താ പറയുക, സോറി പറഞ്ഞിട്ടാണെങ്കിലോ ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, പറ്റുമെന്ന് എനിക്കറിയില്ല, പറ്റുവാണെങ്കിൽ അത് നന്നായിരിക്കും. കാരണം നിങ്ങൾ തെറ്റി ഇപ്പം റീസെൻ്റ്ലി ഇട്ട വീഡിയോയിൽ ഐ ഹോപ്പ് ആൻഡ് ഐ റിയലി ഗെസ് നിങ്ങൾ ഓക്കെ അത് ഒന്ന് റിയലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൽ നിന്നും ആൾക്കാർ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീനകത്ത് നിങ്ങൾ ഇഷ്ടമുള്ള കോണ്ടന്റ് ചെയ്തോളൂ, ഇഷ്ടമുള്ള പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തോളൂ. പക്ഷെ പബ്ലിക്കിലേക്ക് അത് വരുന്ന സമയത്ത് പബ്ലിക് ന്യൂസൻസ് ആയിട്ട് അത് രേഖപ്പെടുത്തുകയും നിങ്ങൾക്കത് വളരെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും. സഞ്ജു ബ്രോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ആ ഒരു വശത്താണ്. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സഞ്ജു ബ്രോനെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ആ സെക്കൻഡ് ഡേ തന്നെ നിങ്ങൾ അവിടെ നിന്ന് പോയി വന്ന് സെക്കൻഡ് ഡേ തന്നെ നിങ്ങൾക്ക് നല്ലൊരു അവയർനെസ് കാര്യങ്ങൾ കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾ സ്പോയിൽ ചെയ്തത്. ബട്ട് നോട്ട് എ ബിഗ് ഡീൽ, കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ഓൾറെഡി ഇനി ലൈസൻസ് ഒക്കെ റദ്ദാക്കുന്നതുകൊണ്ട് ക്ലാസ്സിന് പോകണോ എന്നുള്ളത് എനിക്കറിയില്ല. അതല്ലാത്ത പക്ഷം ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരോട് വന്നിട്ട് ഇതാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവയർനെസ് ആയിരിക്കും, ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന സാധനമായിരിക്കും. എനിക്കറിയില്ല എന്തായിരിക്കും നെക്സ്റ്റ് നടപടികളും കാര്യങ്ങളും വരുന്നതെന്നുള്ളത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതാരും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക, അനുകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഫേസ് ചെയ്യാൻ ഓക്കെ ആണ് എന്നുള്ള ആൾക്കാർ അനുകരിച്ചോളൂ. അല്ലാത്ത ആൾക്കാർ നിങ്ങളുടെ എവിടെയെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയാസ് പ്രോപ്പർട്ടിയിൽ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ, പിന്നെ എന്താ പറയുക, എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഓക്കെ.